ജിൻഡോ ബ്രോ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നർ. എല്ലാവർക്കും അറിയാം, ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 1-2 ദിവസമായി. ജിൻഡോ എവിടെ പോയി, ജിൻഡോ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, ജിൻഡോയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ ന്യൂസുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ വിചാരിക്കും ഇത്രയും ദിവസം 100 ഡേയ്സ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ടയേർഡായി ജിൻഡോ ബ്രോ റെസ്റ്റ് എടുക്കുകയാണെന്ന്. അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജിൻഡോ ബ്രോ എവിടെയാണ്, ജിൻഡോ ബ്രോയുടെ പുതിയ വിശേഷങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ഒന്ന് തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് ആ വളരെ സന്തോഷം തോന്നുന്ന ഈ പുതിയ വിശേഷം ജിൻഡോ ബ്രോ തന്നെ നമ്മോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലോ. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേഗം പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും ജിൻഡോ ബ്രോയുടെ മാരേജ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യും. എന്നിട്ട് ഞാനിത് കേൾപ്പിക്കുമ്പോൾ ഇത് തന്നെയാണോ നിങ്ങൾ വിചാരിച്ചത്, നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ ഓൾറെഡി അറിഞ്ഞ കാര്യമായിരിക്കും. എനിവേ അത് ജിൻഡോ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ നിങ്ങളെ അത് കേൾപ്പിക്കാം. കാണാനല്ലോ സെലിബ്രിറ്റി എവിടെയാണ് കപ്പും കൊണ്ട് എവിടെ പോയി നിങ്ങള്? രണ്ട് വീഡിയോസ് ഒക്കെ എന്താ പറയണ അമ്മ പറയണോ പടക്കായി ചെക്ക അരഞ്ഞി. എന്താണ് കേട്ടത്? ജിൻഡോ ബ്രോ ഓൾറെഡി ഈ ഫിലിമിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ മീറ്റിങ്ങിലാണെന്നോ പറഞ്ഞത്. ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എത്ര ഹാർഡ് വർക്കിംഗ് ആണ്. താൻ വിചാരിച്ച ഒരു കാര്യം നമുക്കറിയാം. ജിൻഡോ എപ്പോഴും പറയാറുണ്ട് ബിഗ് ബോസ് ഹൗസിൽ, ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്നത് കപ്പടിക്കാനോ 50 ലക്ഷം രൂപ നേടാനോ ഒന്നിനുമല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഭയങ്കരമായ ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ വീടിനകത്തിരുന്ന ഒരു കാര്യവും നടക്കില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയില് 100 ഡേയ്സ് നിന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമുക്കറിയാം. കുറേ അധികം പ്രതിസന്ധികൾ നേരിട്ടാണ് ആ കപ്പ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ആണെങ്കിൽ വിചാരിക്കും, ഓ എനിക്കൊരു ട്രിപ്പ് പോകണം, എനിക്കൊന്ന് സമാധാനമായി കുറച്ച് ദിവസം കിടന്നുറങ്ങണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സാധാരണ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒട്ടും സമയം കളയാതെ, അതായത് തനിക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. എന്ത് പ്രതിസന്ധി വന്നാലും അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ലക്ഷ്യത്തിൽ എത്തണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെത്താൻ വേണ്ടി തന്നാൽ കഴിയുന്നത് മാക്സിമം ചെയ്ത് ജിൻഡോ അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ജിൻഡോ ബ്രോയുടെ ഒരു ഫിലിമൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൊച്ചു ആശംസകൾ കമന്റ് രൂപത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴത്തേക്ക് പോരട്ടെ. പെട്ടെന്ന് തന്നെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചെത്തും. അതുവരെയും എല്ലാവർക്കും ടാറ്റാ, ബൈ.